ഒരു അഭിഭാഷകയോട് തന്നെ കോടതി പറഞ്ഞ മുസ്ലിം കുട്ടികൾ ഹിന്ദു കുട്ടികൾ എന്ന് വേർതിരിച്ച് പരാമർശം നടത്തി. അങ്ങനെ സ്കൂളുകളിൽ കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നാണ് കോടതി. ആ കോടതി പറഞ്ഞ വളരെ കറക്റ്റാണ്. നമ്മളാരും പറയാറില്ലല്ലോ. എന്നിട്ട് കോടതി കയറി അത് പറഞ്ഞാൽ പിന്നെ കോടതിന്റെ ഇരുന്നാടി കിട്ടാതിരിക്കും. പറഞ്ഞ് വളരെ കറക്റ്റാണ്. സ്കൂളിൽ കുട്ടികളെ ഉള്ളൂ. ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇങ്ങനെ കേരളത്തിൽ പറയാൻ തുടങ്ങി എവിടെ എത്തും? അഭിഭാഷകയാണെങ്കിലും ആരാണെങ്കിലും ആ കോടതി പറഞ്ഞതാണ് വളരെ കറക്റ്റാണ്. കുട്ടികളെന്ന് പറയാനുള്ള മാന്യതയെങ്കിലും കാണിക്കണം. അവരെ ജാതി തിരിച്ച് പറയാന്ന് പറഞ്ഞത് വളരെ മാത്രം ഏത് വക്കീലായാലും തർക്കമില്ല. അത് ഇന്ന വക്കീലാണ് നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. അതൊക്കെ വളരെ മോശമായ സമീപനം തന്നെയാണ്. അതൊക്കെ വേറെ കാര്യം. പറഞ്ഞതിനെ പറ്റിയാണ് കഴിച്ചത്. നിങ്ങൾ അയിമ കൂടണ്ട പറഞ്ഞതിനെ പറ്റിയാണ് അഭിപ്രായം. സാമൂഹ്യ കേരളത്തിൽ നാളെയും ഇത്തരം സംഭവം ഉണ്ടാവാതിരിക്കാനുള്ള ഏത് തരത്തിലുള്ള ഇടപെടലാണ് മുഖ്യ സംഘടനകള് ഇപ്പോ CPM ആയാലും കോൺഗ്രസ് ആയാലും ലീഗായാലും അങ്ങനെ മുഖ്യധാരയിലുള്ള കക്ഷികൾ ഒക്കെ ഇടപെടണം. മുഖ്യധാരയിലുള്ള കക്ഷികളൊക്കെ ഇടപെട്ട് ഇത്തരം വിഭാഗീയതയും വർഗീയതയും കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരായിട്ട് രംഗത്ത് വരണം. നല്ലതല്ല, വളരെ മോശം. ഇപ്പൊ മലബാറിലേക്ക് വന്ന സ്കൂളൊക്കെ നടത്തുന്ന വേറെ വിഭാഗങ്ങളല്ലേ. കേരളത്തിന്റെ കൾച്ചറിന് അത് യോജിക്കൂല. അതുകൊണ്ട് നമ്മള് നിങ്ങളായാലും ഈ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. കോടതി പറഞ്ഞത് കറക്റ്റാണ്. നമ്മളിവിടെ കുട്ടികളായിട്ട് കാണാം. എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കും വേണ്ട. ഞാൻ പറയില്ല, മനസ്സിലായില്ലേ? വക്കീൽ പറഞ്ഞിരിക്കും, പക്ഷെ ഞാൻ പറയില്ല. എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കും വേണ്ട. അതൊന്നുമില്ല. ഞങ്ങൾ ഇടപെടേണ്ട സമയത്ത് ഇപ്പൊ ഇടപെട്ടു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പരിതാപകരമായ അവസ്ഥ വരുമ്പോ പരാധീനത അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഇടപെടൂല എന്ന് പറഞ്ഞാൽ പിന്നെന്തിനാ ഞങ്ങൾ ഇടപെടും. പക്ഷേ രംഗം വഷളാക്കാൻ വേണ്ടി, രീതിയിൽ എണ്ണ വയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാവില്ല. അതാണ് ഞങ്ങളത് നോക്കിയത്. നിയമത്തിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അത് മുമ്പത്തെ ഒരു കേരള എന്ന് പറയുന്ന കോർട്ടിന്റെ ഓർഡർ എടുത്ത് പിടിച്ചാണ് സ്കൂൾ പറയുന്നത്. സ്കൂളിനാണ് അതിന്റെ വലിയൊരു അധികാരം. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ കേരളത്തിൽ ഒരു ഗീവ് ആൻഡ് ടേക്ക് ആയിട്ടാണ് പോകുന്നത്. നിയമം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ വേറൊരു ചോദ്യം വരും. ഭരണഘടനയാണോ വലുത്, ബൈലോ ആണോ വലുത്? അതൊക്കെ പിന്നെ നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ട പോയിന്റുകൾ. ഇതൊക്കെ ഒരു ഗീവ് ആൻഡ് ടേക്കിൽ പോകുമ്പോഴേ അത് ഒരു സഹിഷ്ണുതയുടെ ഉദാഹരണമാകും. കോടതി ഇതിക്കെതിരെ പിന്നീട് സർക്കാരിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു കക്ഷിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു അപ്പീല് പോകുന്ന സാധ്യത ഉണ്ടായതായിട്ട് കാണുന്നില്ല. ചില സമീപനം വളരെ അങ്ങനെ തങ്ങളുടെ ഉത്തരവുണ്ടെങ്കിൽ തന്നെ അതിൽ അപ്പീല് പോകാനോ ഇല്ലെങ്കിൽ അത് നിയമജ്ഞന്മാർ നോക്കട്ടെ. കേരളത്തിൽ ഇതൊരു പ്രോബ്ലം ആയിട്ടേ ഇല്ല. കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഇവിടെ ഏത് മാനേജ്മെന്റ് ആണെങ്കിലും എല്ലാ ജനവിഭാഗങ്ങളും പഠിക്കുകയും അവിടുത്തെ അന്തരീക്ഷത്തിൽ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇവിടെ എല്ലാവരും ഒരു മതേതര കാഴ്ചപ്പാടിലെല്ലാം ഭദ്രമായ നിലയിൽ പോകുന്ന ഒരു സ്റ്റേറ്റാണിത്. അവിടെ വിഭാഗീയ വർഗീയത പ്രോത്സാഹിപ്പിക്കരുതെന്നേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം.